ഹായ്, ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഓരോരുത്തരുടെയും പേരെഴുതിയ ചിട്ടുകൾ അവിടെയുണ്ട്. അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസും ഓരോ ചിട്ടുകൾ എടുക്കുക. ആരുടെ പേരാണോ കിട്ടിയത് അവര് ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ബിഗ് ബോസ് വീട്ടിലുണ്ടാവുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ അനീഷിന് കിട്ടുന്ന ചിട്ടിൽ ഷാനവാസിന്റെ പേരാണ്. അപ്പോ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷാനവാസ് ഈ വീട്ടിൽ ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അനീഷ് പറയുന്നത്. തീർച്ചയായും കൃത്യമായിട്ടുള്ള പോയിന്റ്, ഒരു സംശയമില്ല. അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അതായത് അനാവശ്യമായി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി ഷാനവാസ് ഇടപെടും. നമ്മൾ മുൻപ് പല പ്രാവശ്യവും കണ്ടതാണ്. ബിഗ് ബോസ് വീട്ടിലെ ബുള്ളി ഗ്യാങ് എന്നറിയപ്പെടുന്ന അക്ബറിന്റെ ടീം. ആദ്യം അക്ബറും അപ്പാനിയുമായിരുന്നു അതിലെ തലവന്മാർ. പിന്നീട് അപ്പാനി പോയി, പല ആൾക്കാരും അതിൽ ചേക്കേറി. പക്ഷെ അവർക്കെതിരെ ശക്തമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഷാനവാസ്. മറ്റുള്ളവരെ ആക്രമിക്കുന്ന സമയത്ത്, അതായത് അനാവശ്യമായി മറ്റുള്ളവരുടെ മേലെ കുതിര കയറുന്ന സമയത്ത് ഷാനവാസ് അവിടെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അവിടെ വലിയ പ്രശ്നങ്ങളിലെല്ലാം, അനാവശ്യമായി ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളിലെല്ലാം ഷാനവാസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ടാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്, ഷാനവാസ് ഇല്ലെങ്കിൽ വലിയ തെറ്റിലേക്ക് ഈ വീട് പോയേനെ എന്നുള്ളൊരു കാര്യം. ഷാനവാസിന് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷാനവാസ് ശക്തമായി പ്രതികരിക്കും. ഇപ്പോൾ അനീഷ് ആയാലും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരെ അനാവശ്യമായി ദ്രോഹിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇവർ പ്രതികരിക്കും. രണ്ടുപേരുടെയും ശൈലി രണ്ട് രീതിയിലാണ്. ഷാനവാസ് ശക്തമായി തന്നെ സംസാരിക്കും, അനീഷ് കുറച്ച് സോഫ്റ്റായി സംസാരിക്കും. ഇതാണ് അവർ തമ്മിലുള്ള മാറ്റം. ഇപ്പോൾ അനുമോൾക്ക് മുൻപ് ഒരു പ്രശ്നം വന്നു, ചെരുപ്പേറ്. ആ വിഷയവുമായി വലിയ പ്രശ്നമാണ് ഉണ്ടായത്. അവിടെ ഷാനവാസ് കൃത്യമായി ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടില്ല എങ്കിൽ അനുമോൾക്ക് അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. അതായത് ഷാനവാസിന് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ആരാണ് എന്നൊന്നും നോക്കില്ല, ഷാനവാസ് കൃത്യമായി ഇടപെടും, അവർക്കെതിരെ ആഞ്ഞടിക്കും. ഷാനവാസ് പലപ്പോഴും അക്ബറിന്റെ പേരെടുക്കുന്നത്, അതായത് അക്ബറിനെ പൂട്ടണം എന്നുള്ളൊരു സംഭവം ഷാനവാസ് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. പല ആൾക്കാർക്കും, തീർച്ചയായും എനിക്കും, എന്തിനാണ് എപ്പോഴും അക്ബറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്, അതായത് പ്രശ്നങ്ങളെ വളച്ചൊടിച്ച് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അക്ബർ തന്നെയാണ്. അക്ബർ മാറിക്കഴിഞ്ഞാൽ തന്നെ പല കാര്യങ്ങളും ഓക്കെയാവും. അതുകൊണ്ടാണ് ഷാനവാസ് അക്ബറിന് പുറകെ പോകുന്നത്. ഇപ്പോൾ അവർക്ക് ക്യാപ്റ്റൻസി കിട്ടി, അതായത് അക്ബറിന്റെ ആ ടീമിന് ക്യാപ്റ്റൻസി കിട്ടി. എന്താണ് ചെയ്തു വെച്ചത് എന്ന് നമ്മൾക്കറിയാം. ഷാനവാസിന് അന്ന് ഹെൽത്ത് ഇഷ്യൂ ഇല്ലായിരുന്നു എങ്കിൽ, അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഓക്കെ ആണ് എങ്കിൽ തീർച്ചയായും അന്ന് നെവിന്റെ അടപ്പ് ഊരിയനെ. അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും ഷാനവാസ് കൃത്യമായി പൂട്ടിയേനെ. അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു അസുഖം വന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയി. അതായത് കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടാൻ ഷാനവാസിന് സാധിക്കും. എവിടെ തെറ്റ് കണ്ടാലും അവിടെ കൃത്യമായി ഇടപെടും. അതിനെതിരെ ഷാനവാസ് ആഞ്ഞടിക്കും. പല ആൾക്കാർക്കും അത് നെഗറ്റീവായി തോന്നിയേക്കാം, അതായത് ഇത്രയും അഗ്രഷന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിയേക്കാം. തീർച്ചയായും അത് ഷാനവാസിന്റെ രീതിയാണ്. ഷാനവാസ് ഇവിടെ അഭിനയിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഷാനവാസിനെ റിയലാക്കി മാറ്റുന്നത്. തീർച്ചയായും തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെയുള്ളൂ. പല ആൾക്കാരും പ്രതികരിക്കും, അവരുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രം. പക്ഷെ ഷാനവാസ് അങ്ങനെയല്ല. ആർക്ക് ഒരു പ്രശ്നം വന്നാലും അത് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷാനവാസ് അവിടെ കൃത്യമായി ഇടപെടും. എന്തായാലും അനീഷ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഷാനവാസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ വീട് കുറച്ചുകൂടി തെറ്റിലേക്ക് പോയേനെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.